ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഉണക്ക ചെമ്മീൻ റോസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ലാമീം ഫുഡ്സിൻ്റെ കീഴിൽ ലാമീം പിക്കിൾസ് ഞങ്ങൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പിക്കിൾസിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ലെമൺ പിക്കിൾ, ലെമൺ ആൻഡ് ഡേറ്റ്സ്, മാംഗോ, ഗാർലിക്ക്, വൈറ്റ് ലെമൺ, പിന്നെ ബീഫ്, ട്യൂണ, പ്രോൺസ്, ചിക്കൻ. ഇത്രയും പിക്കിൾസാണ് ഞങ്ങളിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഏത് പിക്കിൾസ് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ്. ഈ ഉണക്ക ചെമ്മീനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ ഓർഡർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങളിത് തയ്യാറാക്കി എവിടെയാണെന്ന് വെച്ചാൽ എത്തിച്ച് തരുന്നതാണ്. ഞങ്ങൾ ഗൾഫിലോട്ടൊക്കെ നന്നായിട്ട് സീൽ ചെയ്ത് പാക്ക് ചെയ്ത് അയച്ച് തരുന്നതാണ്. അപ്പം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. ഈ ഉണക്കച്ചെമ്മീൻ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പ്രിസർവേറ്റീവ്സും കൂടാതെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഹോം മെയ്ഡ് പിക്കിൾസിന് താല്പര്യമുള്ളവരിലൊക്കെ ഈ ഒരു ചാനൽ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഓർഡറുകൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. ശേഷം ഇതിനെ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്ത് ഒരു അരിപ്പയിൽ വാരി വെച്ച് അതിൻ്റെ വെള്ളം മുഴുവനും തോർത്തിയെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ തോർത്തിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി. ഇതൊരു ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സി ജാറിനകത്തിട്ട് അരച്ചെടുക്കാനായിട്ട് പാടില്ല. ഒരു ചോപ്പറിനകത്തിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണയാണ് എടുക്കാനുള്ളത്. വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ഉണക്ക ചെമ്മീൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. വേറൊരു പാത്രത്തിൽ ഇതുപോലെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടിത് വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉണക്ക ചെമ്മീൻ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം നമുക്കിതെല്ലാം കൂടി കമ്പൈൻ ആകുന്നത് വരെ അടുപ്പത്ത് വെച്ചിട്ട് ഇത് യോജിപ്പിച്ചെടുക്കുക. ഇതിനകത്ത് ഒട്ടും വെള്ളമയം ഇല്ലാത്തത് കാരണം നമുക്കിത് ഒരു 3-4 ദിവസം സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിന് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ ഇതൊരു ഏകദേശം 1 മാസം വരെയൊക്കെ ഇത് കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനും പറ്റും. അപ്പം ചോറിനും കഞ്ഞിക്കും ഒക്കെ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് എത്തിച്ച് തരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾ ഇന്ത്യ ഡെലിവറി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ലാമീം പിക്കിളിൻ്റെ മറ്റ് വെറൈറ്റികളായ ലൈം, ലെമൺ ഡേറ്റ്സ്, മാംഗോ, ഗാർലിക്ക്, വൈറ്റ് ലെമൺ, ബീഫ്, ട്യൂണ, ചിക്കൻ, പ്രോൺസ് ഇത്രയും പിക്കിൾസ് അവൈലബിൾ ആണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഏത് അച്ചാറാണ് ആവശ്യം, ഡേറ്റ്സ് മാത്രമാണെങ്കിൽ അങ്ങനെ, ബീട്രൂട്ട്, ക്യാരറ്റ്, നിങ്ങൾക്ക് ഏത് പിക്കിളാണ് ആവശ്യം അത് കസ്റ്റമറിൻ്റെ ഇതനുസരിച്ചിട്ട് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് കൊറിയർ ചെയ്ത് എത്തിച്ചു തരുന്നതാണ്. ഒട്ടും പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാതെ ശുദ്ധമായ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്ന ലാമീം പിക്കിൾസിൻ്റെ അച്ചാർ ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഹോം മെയ്ഡ് പിക്കിൾസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care.